എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനെ ഒരു സായാഹ്നത്തില് ഈ ഒരു ഇത്രയും സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് നേരെ നമ്മുടെ വെബിനാറിലേക്ക് കടക്കാം, അല്ലേ? എന്നെ കേൾക്കാലോ അല്ലേ? കേൾക്കാമല്ലോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. അപ്പൊ ആദ്യം തന്നെ ഈ പ്രസന്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ കൈറോസ് മീഡിയ ഇങ്ങനെ ഒരു ടോക്കിന് ഒരു അവസരം തന്നതിൽ ഞാൻ അവരോട് വളരെ നന്ദി പറയുന്നു. അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ക്രീൻ അഡിക്ഷൻ ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു പുതിയ കാലഘട്ടത്തിൽ ഒരു പുതിയ മഹാമാരിയാണ് ഈ ബിഹേവിയറൽ അഡിക്ഷൻ. അതായത് സ്ക്രീൻ അഡിക്ഷൻ, ഇന്റർനെറ്റ് അഡിക്ഷൻ, ഗെയിമിംഗ് അഡിക്ഷൻ, ഇതിനൊക്കെ ബിഹേവിയറൽ അഡിക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. മുമ്പൊക്കെ നമ്മൾ കേട്ടിരുന്ന അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗ്സിന്റെ അഡിക്ഷൻ ആയിരുന്നു. ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ട്, അതുപോലെ കനാബിസ് കഞ്ചാവിന്റെ അഡിക്ഷൻ ഉണ്ട്, MDMA അഡിക്ഷൻ ഉണ്ട്, സ്റ്റിമുലൻസിന്റെ അഡിക്ഷൻ ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മുമ്പ് കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഈ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഒരു പുതിയ നിർമ്മിതിയാണ് ഈ ബിഹേവിയറൽ അഡിക്ഷൻസ്. അതിൽ ഒരെണ്ണമാണ് ഈ സ്ക്രീൻ അഡിക്ഷൻ. ഇതിനെപ്പറ്റി നമുക്ക് ദീർഘമായി ഈ ഒരു അരമണിക്കൂർ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ഈ സ്ക്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. കമ്പ്യൂട്ടർ സ്ക്രീൻ ഉണ്ട്, മൊബൈൽ ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ടെലിവിഷൻ. ഇതാണ് സ്ക്രീൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്രീൻ അഡിക്ഷനെ നമ്മൾ ടെക്നോളജി അഡിക്ഷൻ എന്നും കൂടി വിളിക്കുന്നുണ്ട്. കാരണം ഈ ഉപകരണങ്ങൾ, ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഉപകരണങ്ങൾ നമുക്ക് ഈ അമിതമായ ആസക്തിയും അതേപോലെ തന്നെ അതിനോടൊരു അമിതമായുള്ള താല്പര്യവും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ടെക്നോളജി അഡിക്ഷൻ എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ഈ ഒരു ഗാഡ്ജറ്റ്സിനോട് അടിമപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ഡിപ്പെൻഡന്റ് ആണ് ഈ ഗാഡ്ജറ്റ്സിന്റെ മുകളിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ ഈ പ്രായക്കാരിൽ, വളരെ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാരിൽ വരെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ വളരെ പ്രസക്തിയുള്ളതാണ്. എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ആദ്യം തന്നെ ഷെയർ ചെയ്യാം. കുറച്ചൊക്കെ നിങ്ങൾക്കും ഫെമിലിയർ ആയിരിക്കാം. ഇപ്പോ ഒരു വെയിറ്റിംഗ് റൂമിൽ സ്ഥിരമായി കാണുന്ന, എന്റെ പേഷ്യൻസ് വരുമ്പോൾ ഒരു വെയിറ്റിംഗ് റൂമിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പൊ ഒരു ഫാമിലി, ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ബഹളം വെച്ചാൽ ഉടനെ തന്നെ അമ്മ ആ കുട്ടിക്ക് മൊബൈൽ കൊടുക്കും. അതോടുകൂടി കുട്ടി ശാന്തമായി. ഇത് നിങ്ങളും ചെയ്ത് കാണാം, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവാം. ഞാനും ചിലപ്പോഴൊക്കെ ഈ ഒരു ഒരു മാർഗം എടുക്കാറുണ്ട്, നമുക്കൊരു നിവൃത്തിയില്ലാതെ വരും. അതുപോലെ വേറെ എന്റെ മുന്നിൽ കുറെ പേഷ്യൻസുകൾ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു 14 വയസ്സുകാരൻ. ഭയങ്കര വാശി, ദേഷ്യം, അക്രമാസക്തനാകുന്നു. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് പേരൻസ് ഈ കുട്ടിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്താന്ന് നോക്കുമ്പോൾ, എന്താ സംഭവം എന്ന് നമ്മൾ വിശകലനം ചെയ്തപ്പോൾ എന്താന്ന് വെച്ചാൽ, ഈ കുട്ടി ഇപ്പൊ സ്കൂളിലൊന്നും പോകുന്നില്ല. അവന് ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. അത് അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ നിർബന്ധിച്ച് വാങ്ങിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഈ ഒരു രോഷമാണ് ഇവരെ ഇവിടെ എത്തിച്ചത്, എൻ്റെ ക്ലിനിക്കിൽ എത്തിച്ചത്. അതുപോലെ മറ്റൊരു മറ്റൊരു കേസാണ്. ഒരു കൗമാരപ്രായക്കാരൻ, ഒരു 26 year old ഒരു യുവാവ്, അയാൾ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ കുടുംബക്കാരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതും ഇതേപോലെ തന്നെ നമ്മൾ ആദ്യമൊക്കെ അയാൾ എല്ലാം ഡിനൈ ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് അയാൾക്ക് കുറെ കടബാധ്യതകളുണ്ട്. അത് വീട്ടുകാർക്കും അറിയാം, കടബാധ്യതകളുണ്ട്. പക്ഷെ ഇത് എവിടെയാണ് ഈ കടമുള്ളതെന്ന് അയാൾ അത് തുറന്നു പറയുന്നില്ല. അങ്ങനെ മൾട്ടിപ്പിൾ സെഷൻസിന്റെ പിന്നാലെയാണ് നമുക്ക് മനസ്സിലായത് ഇയാൾ ഓൺലൈൻ റമ്മി കളിക്കുകയോ അതിലൂടെയാണ് ഇത്രയധികം കടങ്ങൾ അയാൾ സമ്പാദിച്ചിട്ടുള്ളത്. വേറൊരു സിനാറിയോ ആണ്, കലഹമായിട്ട് ഒരു കപ്പിൾ വന്നു.
ഒരു മധ്യവയസ്കൻ, ഒരു 46-year-old ഹസ്ബൻഡും പിന്നെ അയാളുടെ വൈഫും കൂടി വന്നത് കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും വിശകലനം ചെയ്തപ്പോൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഭർത്താവ് ജോലിക്ക് പോവാറില്ല. അയാള് IT ഫീൽഡിലുള്ള ഒരു പ്രഗത്ഭനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പോ ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഇയാൾ ജോലിക്ക് പോകുന്നില്ല. കാരണം ആരാഞ്ഞപ്പോൾ സംഭവം ഇതാണ്, അയാൾ ഈ ഓൺലൈൻ ട്രേഡിംഗിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇത് തുടക്കത്തിൽ ഒരു വിനോദമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി. പിന്നെ എളുപ്പം പൈസ ഉണ്ടാക്കാമല്ലോ എന്നുള്ള ഒരു ധാരണയിൽ വെച്ച് തുടങ്ങിയതാണ്. പക്ഷെ പിന്നീട് അയാൾക്ക് ഇതിന്ന് വിട്ടുമാറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരുന്നു. ഇത് കാരണമാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും കലഹം ഉണ്ടാവുന്നത്. അവസാനമായി ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, 26-year-old ആയിട്ടുള്ള ഒരു ഫീമെയിൽ എൻ്റെ അടുത്ത് വന്നു. അവരാകെ വിഷമിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനോട് വല്ലാത്തൊരു ക്രേസ് ആണ്. അത് അവർക്ക് നിർത്താൻ കഴിയുന്നില്ല. ഇതിന് എന്താ വഴി എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്. അപ്പൊ ഞാനിപ്പോ ഈ പ്രസന്റേഷന് വേണ്ടി നോക്കിയപ്പോ കുറച്ച് ഡാറ്റ ഒന്ന് കളക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഡാറ്റ കുറച്ച് കുറവാണ്, പക്ഷെ എന്നാൽ കൂടി കിട്ടിയതിൽ നിന്ന് എനിക്ക് കുറച്ച് പറയാനുള്ള കാര്യങ്ങളാണ്. നമുക്ക് ബാംഗ്ലൂരിലുള്ള കുറച്ച് റെസിഡൻസിന്റെ ഇടയിൽ ചെയ്തിട്ടുള്ള സ്റ്റഡി നമ്മൾ നോക്കുമ്പോൾ ഈ അഡിക്റ്റീവ് ടെക്നോളജിയാണ്, അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ ആണ് അവർ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അതിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിങ്ങിനാണ് അടുത്ത ഒരു പെർസെൻറ്റേജ്, 4% വരുന്നത് ഷോപ്പിംഗ് ആണ്. പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, പിന്നെ ഇന്റർനെറ്റ്, അവസാനം പോർണോഗ്രഫി. അപ്പൊ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആവണമെന്നില്ല. മൊബൈൽ ഫോൺ എന്തായാലും മുന്നിട്ട് നിൽക്കും, പക്ഷെ ഷോപ്പിംഗ് എത്രത്തോളം മുന്നിട്ട് നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ബാംഗ്ലൂർ ആയ കാരണമായിരിക്കാം അതിന് 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. പക്ഷെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഡെഫിനറ്റ്ലി ഒരു പ്രശ്നം തന്നെയാണ്. ഇത് കുട്ടികളുടെ ഒരു ഡാറ്റയാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ കാണുന്നത് 13 തൊട്ടിട്ട് ഒരു ടീനേജ് പ്രായമുള്ള കുട്ടികൾ എത്രത്തോളം അവർ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിംസിൽ അവർ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. ഇതില് നമ്മൾ കാണുന്നത് ഇതാണ്, 3 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ, അല്ലെങ്കിൽ 3 മണിക്കൂർ മുകളിലുള്ള ഉപയോഗമാണ് കൂടുതലും. 34+28. ഏറ്റവും കൂടുതൽ കുട്ടികൾ 34%, 28% കുട്ടികൾ 3 മണിക്കൂറിൽ മേലെ ഈ ഡിജിറ്റൽ ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നു. ഇനി ഇന്റർനെറ്റ് അഡിക്ഷൻ എന്നാൽ എന്താണ്? നമുക്കറിയാം, ഇന്റർനെറ്റിനോട് മിതമായിട്ടുള്ള ഒരു ആസക്തി, ഇത് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അതിനെ അഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന് പല ടൈപ്സ് ഉണ്ട്. 6 തരം ഇന്റർനെറ്റ് അഡിക്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഗെയിമിംഗ് ഡിസോർഡർ ആണ്. പിന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അതായത് വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് റീൽസ്, അങ്ങനെ കുറച്ച് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. പിന്നെ വരുന്നത് നെറ്റ് കമ്പൾഷൻസ് ആണ്. നെറ്റ് കമ്പൾഷൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രവൃത്തിയിൽ വീണ്ടും വീണ്ടും ഏർപ്പെടാനായിട്ടുള്ള വല്ലാതെ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ത്വരയാണ് ഈ നെറ്റ് കമ്പൾഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇമെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ, അതുപോലെ നോട്ടിഫിക്കേഷൻസ് വന്നോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിൽ നോക്കുന്ന ഒരു പ്രവണത. അതേപോലെ തന്നെ ഈ ഓൺലൈൻ ഷോപ്പിംഗും ഈ നെറ്റ് കമ്പൾഷൻസിൽ വരുന്നതാണ്. പിന്നെ സൈബർ സെക്സ് അല്ലെങ്കിൽ പോർണോഗ്രഫിയോട് അഡിക്ഷൻ തോന്നുന്ന ആൾക്കാർ. ഇന്റർനെറ്റ് സർഫിംഗ്, അതായത് അമിതമായി നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് അതിൽ പല പല കാര്യങ്ങളും പല പല മേഖലകളും കുറിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയാണ്. ഇത് വെച്ചിട്ട് അവർ കുറെ ഡിസിഷൻസ് എടുക്കും. അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പൊ നമ്മുടെ അടുത്ത് പലപ്പോഴും പേഷ്യൻസ് വരും. അവര് നമ്മുടെ ഈ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ മുഴുവൻ ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു നിഗമനം ഓടുകൂടിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇതിനെ ഇന്റർനെറ്റ് സർഫിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രശ്നമാവുന്നത് എപ്പോഴാന്ന് വെച്ചാല്, ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ സർഫിംഗ് പോകുമ്പോൾ അതിനെ ആസ്പദമാക്കി അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അതുപോലെ അമിതമായിട്ടുള്ള സമയം ഇതിന് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രശ്നമായി മാറുന്നത്. പിന്നെ പുതിയതൊരു സൈബർ റിലേഷൻഷിപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഇപ്പൊ സ്ഥിരമായി കാണുന്ന ഒരു ന്യൂസുകളാണ്.
ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു, എന്നിട്ട് ഒളിച്ചോടിപ്പോയി, കബളിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, അങ്ങനെ. ഇപ്പൊ സൈബർ റിലേഷൻഷിപ്പ് ആണ് അനദർ ഒരു ഇന്റർനെറ്റ് അഡിക്ഷന്റെ ഒരു ടൈപ്പ്. ഇനി ഇത് കൂടുതലും ഇന്റർനെറ്റ് അഡിക്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും കമ്പ്യൂട്ടർ സ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഇന്റർനെറ്റ് അഡിക്ഷൻ ആണ്. പിന്നെ വരുന്നത് മൊബൈൽ അഡിക്ഷൻ ആണ്. ഈ മൊബൈൽ അഡിക്ഷനെ നമ്മൾ നോമോഫോബിയ എന്നും കൂടെ വിളിക്കും. ഈ മൊബൈൽ അഡിക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ഇന്റർനെറ്റ് അഡിക്ഷൻ ആയാലും മൊബൈൽ അഡിക്ഷൻ ആയാലും കമ്പ്യൂട്ടർ അഡിക്ഷൻ ആയാലും മൊബൈൽ അഡിക്ഷൻ ആയാലും ബേസിക്കലി ഇന്റർനെറ്റ് അഡിക്ഷൻ തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. പക്ഷെ മൊബൈൽ ഫോണിന് പ്രത്യേകമായിട്ടുള്ള വേറൊരു രീതിയുണ്ട്. അതായത് ഇത് കയ്യിലില്ലെങ്കിൽ എന്തോ ഒരു ആത്മവിശ്വാസക്കുറവാണ്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ പോകുന്നുണ്ടോ, നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നില്ലേ, അങ്ങനെ ഒരു വല്ലാത്തൊരു ഉത്കണ്ഠ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് മൊബൈൽ ഇല്ലാത്ത പക്ഷം ഇവർക്ക് അനുഭവപ്പെടുന്നത്. ഇതിനെ നമ്മൾ നോമോഫോബിയ എന്ന് വിളിക്കും. അപ്പോൾ മൊബൈൽ അഡിക്ഷൻ ധാരാളം കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് എടുത്തു മാറ്റിയാൽ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും രോഷവും ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അക്രമാസക്തമായിട്ടുള്ള രീതികൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇത് കൂടാതെയുള്ള ഓക്കെ, ഇതിൽ മൊബൈൽ ഫോൺ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പം 84% ആളുകൾ ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും മൊബൈൽ ഫോൺ തൊടാതെ പോകുന്നില്ല എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ അതിൽ കുറെ പേര് അവർ അഡിക്റ്റഡ് ആണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. മൂന്നാമത് വരുന്ന ഒരു പ്രശ്നമാണ് ഓൺലൈൻ ഗെയിമിംഗ് അഡിക്ഷൻ. വീഡിയോ ഗെയിംസിന്റെ അഡിക്ഷൻ നമ്മൾ സാധാരണ വളരെ TV വന്നതിന് ശേഷം, പിന്നെ ഈ പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ് എന്ന് പറഞ്ഞ കുറെ ഉപകരണങ്ങൾ വന്നതിന് ശേഷം വീഡിയോ ഗെയിം അഡിക്ഷൻ കണ്ടിരുന്നു. ഇവിടെ നമുക്ക് വീഡിയോ ഗെയിം അഡിക്ഷൻ പോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് അഡിക്ഷൻ വരുന്നുണ്ട്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഒരു വ്യക്തി ലോഗിൻ ചെയ്ത് ലോകത്തിൽ മറ്റു പല പ്ലെയേഴ്സുമായിട്ട് ഒരുമിച്ചിരുന്ന് കളിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സാധാരണ ഗെയിമിങ്ങിന്റെ ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഉത്തേജനം ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ വേറൊരു വ്യക്തിയായിട്ട് ഈ ഒരു ഫൈറ്റ് നടക്കുന്നു അല്ലെങ്കിൽ ഒരു മത്സരം നടക്കുന്നു എന്നുള്ളത് ഇതിനെ കൂടുതൽ ഒരു സ്റ്റിമുലേറ്റിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഇപ്പൊ ഗെയിമിംഗ് അഡിക്ഷനിലും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഒരു ആവറേജ് പ്രോബ്ലം ഗെയിമേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരാഴ്ചയിൽ 80 തൊട്ടിട്ട് 100 മണിക്കൂർ വരെയാണെന്നാണ്. അതേപോലെ തന്നെ 10%, ഇത് അമേരിക്കൻ കണക്കാണ് കേട്ടോ, 10% കൗമാരപ്രായക്കാർക്ക് ഇതേപോലെ പെത്തോളജിക്കൽ ഗെയിമിംഗ് സിംറ്റംസ് ഉണ്ട്. ഇത് അമേരിക്കയിലെ കണക്കാണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലും അത്ര പുറകോട്ടൊന്നുമല്ല കാര്യങ്ങൾ. അപ്പോൾ ഈ ഉപകരണങ്ങൾ എങ്ങനെയാണ് അഡിക്ഷൻ ഉണ്ടാക്കുന്നത് അത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്? അതായത് ഏതൊരു ഇന്റർനെറ്റ് ആയാലും ഓക്കെ, ഷോപ്പിംഗ് ആണെങ്കിലും ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു പ്രവൃത്തി അവർക്കൊരു റിവാർഡ് നൽകുന്നുണ്ട്. അതായത് ഒരു പ്രതിഫലം, ഒരു പാരിതോഷികം അവർക്ക് കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ റിവാർഡിങ് സ്റ്റിമുലസ് എന്ന് പറയും. ഈ റിവാർഡിങ് സ്റ്റിമുലസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ തലച്ചോറിൽ ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വളരെ ഒരു ഉത്തേജനം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതായത് ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം. അതൊരു പ്ലഷർ ഉണ്ടാക്കുന്നു. അതൊരു ആസ്വാദകരമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഡോപ്പമിൻ വരുമ്പോൾ ഉണ്ടാവുന്നത്. ഈ പ്ലഷർ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വീണ്ടും ഇതേ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടാനായിട്ട് അവർ താല്പര്യം കാണിക്കുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ഈ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടുമ്പോൾ ആദ്യം ഉണ്ടായിട്ടുള്ള ആ ഒരു സ്റ്റിമുലേഷൻ കുറഞ്ഞു വരും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ആക്ടിവിറ്റിയുടെ തീവ്രത ഒന്നും കൂടി കൂട്ടും. പിന്നെ പോയി എന്ത് സംഭവിക്കും? ഇതൊന്ന് മാറി നിന്നാൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നിത്തുടങ്ങും. ഇതിനെ നമ്മൾ വിത്ഡ്രോവൽ എന്ന് പറയും. അങ്ങനെയാണ് ഇതൊരു ഒഴിഞ്ഞു മാറാത്ത ഒരു ബാധയായി പിന്നീട് ഇത് മാറുന്നത്. ഇനി ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ ഒരാളെ അഡിക്റ്റഡ് ആയി എന്ന് പറയുന്നത്? അതിപ്പോ നമ്മൾ ഏതൊരു ലഹരി പദാർത്ഥങ്ങൾക്കും അഡിക്ഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയോ അത് തന്നെയാണ് ഇവിടെയും സ്ക്രീൻ അഡിക്ഷനിലും അതേ ക്രൈറ്റീരിയ തന്നെയാണ്, അതേ ഗൈഡ് ലൈൻസ് തന്നെയാണ് ഇതും ഫോളോ ചെയ്യുന്നത്.
അപ്പൊ നമ്മളെല്ലാവരും സ്ക്രീനുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും അഡിക്റ്റഡ് ആവുന്നില്ല. അപ്പൊ എപ്പോഴാണ് നമ്മളത് അഡിക്ഷനിലേക്ക് മാറി എന്ന് മനസ്സിലാക്കുന്നത്? ആദ്യത്തത് അമിതമായ ഉപയോഗം. അമിതമായ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന അമിതമായൊരു ഉപയോഗം വരുന്നു. പിന്നെ ഉപയോഗിക്കാനുള്ള ഭയങ്കര ഒരു ത്വര, ക്രേവിങ്, അത് ഉപയോഗിക്കണം തോന്നിയാൽ അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നും. അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും ഈ ഒരു സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വണ്ടി ഓടിക്കുകയാണ്, അതിന്റെ ഇടയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അത് അപ്പൊ തന്നെ ചെക്ക് ചെയ്യണം. അപ്പോ അതൊരു ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണല്ലോ. അതേപോലെ തന്നെ വേറെ ഉത്തേജനം ലഭിക്കണമെങ്കിൽ കൂടുതൽ വേണം, ഞാൻ നേരത്തെ പോലെ തന്നെ. അപ്പൊ കുറച്ചു നേരം ചെറിയൊരു രീതിയിൽ ഒരു ഷോപ്പിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഷോപ്പ്, ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും അതൊരു റിവാർഡാണ്. അപ്പൊ അത് പിന്നെയും പിന്നെയും വാങ്ങിക്കാനുള്ള ടെൻഡൻസി വരും. പിന്നെ എത്ര വാങ്ങിച്ചാലും പോരാ എന്ന് തോന്നും. അപ്പൊ ആദ്യം ഉള്ള ഒരു പ്രവൃത്തി നോക്കുമ്പോൾ, ലെവൽ നോക്കുമ്പോൾ അതിൽ 10 മടങ്ങ് പിന്നീട് അത് കൂടിയിട്ടുണ്ടാവും. എന്നാലേ അതിനൊരു ഹൈ കിട്ടുകയുള്ളൂ. അതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രവൃത്തികളിൽ നിന്ന് വിട്ടു മാറിക്കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത, ദേഷ്യം, ഉത്കണ്ഠ എന്നിവ തോന്നും. ഇതിന് വിഡ്രോയൽ ലക്ഷണങ്ങൾ എന്ന് പറയും. പിന്നെ മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് ഈ പ്രവൃത്തിയിൽ മാത്രം ഏർപ്പെടുക. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കുറെ കേസസ് തന്നെ നോക്കുകയാണെങ്കിൽ, അതിലിപ്പോ കുട്ടിയായാലും 14 വയസ്സുകാരൻ, അവൻ സ്കൂളിൽ പോക്ക് നിർത്തി. ഒരു IT എഞ്ചിനീയർ, ആൾ ജോലിക്ക് പോക്ക് നിർത്തി. അപ്പോ മറ്റൊരു കുടുംബനാഥനായ ഒരു വ്യക്തി കുടുംബം നോക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ആളുടെ ശ്രദ്ധ മുഴുവനും ഇപ്പൊ വേറെ ഇങ്ങനത്തെ പ്രവർത്തികളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോ മറ്റെല്ലാ ഉത്തരവാദിയും, ജോലിയായാലും കുടുംബമായാലും കുട്ടികളായാലും എല്ലാം മാറ്റിവെച്ച് ഈ പ്രവൃത്തിയിൽ മാത്രം ഏർപ്പെടുക. പിന്നെ വേറെ കുറച്ച് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്രൈറ്റീരിയൻ കൂടിയുണ്ട്. അതാണ് നിർത്തിയാലും വീണ്ടും ഉപയോഗിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവുക, ഉപയോഗം നിരസിക്കുക, മറച്ചു വെക്കാൻ നുണ പറയുക, ഉത്കണ്ഠ അകറ്റാനും മൂഡ് ശരിയാക്കാനും ഇത്തരം മാർഗങ്ങളെ നമ്മൾ ആശ്രയിക്കുക. ഇതും ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ആണ്. ഈ അഡിക്ഷന് നമ്മൾ പോകുന്നു എന്നുള്ളതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഈ അവസാനം പറഞ്ഞ 3. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ 3ഓ 4ഓ ഉണ്ടെങ്കിൽ, അതിനർത്ഥം നിങ്ങൾ കുറച്ചൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇത് ചില ഒരു ട്രെൻഡാണ്. 104 പ്രൊഫഷണൽസിൽ അവർ എന്താണ് ഈ ഇന്റർനെറ്റ് യൂസിന്റെ ട്രെൻഡ് എന്ന് അറിയാൻ വേണ്ടി നടത്തിയ ഒരു സ്റ്റഡിയാണ്. അതിൽ 53-54% ആൾക്കാർക്ക് ഇന്റർനെറ്റ് ദിവസം ഉപയോഗിക്കണം. 50% ആൾക്കാർക്ക് ബാഡ് മൂഡ് പോണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊട്ട ഒരു മാനസികാവസ്ഥയിൽ, നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. അതേപോലെ തന്നെ 43% ആൾക്കാര് അവർ വിചാരിച്ചതിനാട്ടും കൂടുതൽ സമയം അവർ ഈ ഇന്റർനെറ്റിൽ മുഴുകുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് ഇന്റർനെറ്റിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് 24% ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു സൗഖ്യം നോക്കാതെ ഇതിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരു 22% ആൾക്കാരുണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു ട്രെൻഡ്, അതും പ്രൊഫഷണൽസില്. ഇനി ഈ അഡിക്ഷൻ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. പല കാരണങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ അത് ബയോളജിക്കൽ റീസൺസ്, അതുപോലെ സൈക്കോളജിക്കൽ റീസൺസ്, അതുപോലെ സോഷ്യൽ റീസൺസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ അതെന്താന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ മാനസിക രോഗങ്ങൾ. മാനസിക രോഗങ്ങളുടെ ഒരു പ്രസൻസ് ഇതേപോലത്തുള്ള അഡിക്ഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂട്ടുന്നുണ്ട്. അപ്പൊ മാനസിക രോഗങ്ങൾ ഇത് ചിലപ്പോ ഒരു പ്രധാന ലക്ഷണം ഇതേപോലെയുള്ള അഡിക്ഷൻസ് ആവാം. രണ്ടാമത് വരുന്നതാണ് സോഷ്യൽ ആങ്സൈറ്റി. അതായത് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സമൂഹം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമൂഹം ആൾക്കാരായിട്ട് ഇടപഴകാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മുന്നിൽ പെർഫോം ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ ഒരു ആങ്സൈറ്റി വരും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ
ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിലൊന്നും ആക്റ്റീവ് ആയിരിക്കില്ല. മറിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ സോഷ്യൽ ആങ്സൈറ്റി കാരണം അവിടെ നേരിട്ടൊരു ഇടപെടലില്ലല്ലോ. ഈ ബിഹൈൻഡ് ദ സ്ക്രീൻ ഇടപെടലായ കാരണം അവർ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. അവർ അവിടെ ഫിസിക്കലി പ്രസന്റ് അല്ല, അവരുടെ ആക്ടിവിറ്റീസ് മാത്രമേ പോയല്ലോ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ സോഷ്യൽ ആങ്സൈറ്റി വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഇന്റർനെറ്റ് അഡിക്ഷൻ ഉള്ള ആൾക്കാർക്ക്. പിന്നെ പാരമ്പര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഇന്റർനെറ്റ് അഡിക്ഷനും അതേപോലെ തന്നെ സ്ക്രീൻ അഡിക്ഷനും ഒക്കെ. അപ്പൊ ഇതിനൊരു പാരമ്പര്യമുണ്ട്. അതായത് കുടുംബത്തിൽ അച്ഛൻ മദ്യപിക്കുന്നുണ്ടെങ്കിൽ മക്കൾ മദ്യപിക്കാനോ മദ്യപനം ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എല്ലാ അഡിക്ഷൻസിനും ഉള്ള പോലെ തന്നെ ഇതിനും ഒരു പാരമ്പര്യ സ്വഭാവമുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാം അറിയാം, കുറെ സോഷ്യൽ റീസൺസ് ഉണ്ട് ഈ ഇന്റർനെറ്റ് അഡിക്ഷനിലേക്ക് തിരിയാനായിട്ട്. അതിൽ വളരെ കോമൺ ആയിട്ട് വരുന്നത് ജീവിത സമ്മർദ്ദങ്ങളാണ്. ഇപ്പൊ സ്ട്രെസ് വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, മനസ്സ് മാറ്റാനായിട്ട് ആശ്രയിക്കുന്ന ഒരു മാർഗമായിരിക്കാം, അങ്ങനെ ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടാവും. പിന്നീട് അത് മാറി ഒരു അഡിക്ഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു കാണും. മറ്റു മെയിൻ പ്രോബ്ലം, വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ബോറടിയാണ്. അത് കുട്ടികളാണ് കൂടുതലും ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്, ബോറടിക്കുന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ മിക്കവാറും വീടുകളിൽ കുട്ടികളില്ല, കുറെ പ്രായമായിട്ടുള്ള രണ്ടച്ഛനമ്മമാര് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് കളിക്കാൻ മറ്റു കുട്ടികളില്ല, അവർക്ക് സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഒരു ഇടമില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അവർക്ക് ബോറടിക്കുന്നു. ബോറടി മാറാനായിട്ട് അവർ ഈ സ്ക്രീൻസ്, ടെലിവിഷൻ, വീഡിയോ ഗെയിം, കമ്പ്യൂട്ടർ, മൊബൈൽ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. ഒറ്റപ്പെടൽ, അതും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഒരു സമൂഹത്തിന്റെ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെയാണ്. പലപ്പോഴും ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പം പേരൻസ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അഗൈൻ ആരാ ഉള്ള വീട്ടിലിപ്പോ ഒരു ടീനേജർ ആണെങ്കിൽ അവർ ഒറ്റപ്പെട്ടിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ ഇവിടെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ബാംഗ്ലൂർ പോയി അല്ലെങ്കിൽ ഹൈദരാബാദിലൊക്കെ ജോലിക്ക് വേണ്ടി പോയി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് തോന്നുന്ന ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഈ മാർഗം ഉപയോഗിക്കുന്നു. പിയർ പ്രഷർ, അതും കുട്ടികളെയാണ് കൂടുതലും എഫക്ട് ചെയ്യുന്നത്. മറ്റ് ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ വലിയ വലിയ ഫോണുകളുണ്ട്, ടാബ്ലറ്റുകളുണ്ട്, എനിക്ക് മാത്രമില്ല. അപ്പൊ അതൊരു പ്രഷറാണ്, പിയർസിന്റെ പ്രഷറാണ്. ഞാൻ മോശക്കാരനാവുന്നു, അതുകൊണ്ട് എനിക്കും വേണം ഒരു മൊബൈൽ ഫോൺ. അതേപോലെ തന്നെ വീഡിയോ ഗെയിം ഓൺലൈൻ ഗെയിമിംഗ് അഡിക്ഷൻ, അവർ കളിക്കുന്നു. ഇന്ന ആൾക്കാർ കുറെ ഓൺലൈൻ ഗെയിംസ് ഉണ്ട്, ഫ്രീ ഫയർ, ഇതൊക്കെ കുറെ ഷൂട്ടിംഗ് ഗെയിംസ് ആണ്. പക്ഷെ ഇതിൽ ഒക്കെ കുറെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് പല സ്ഥലങ്ങളിൽ ഒരുമിച്ചിരുന്ന് കളിക്കുന്ന കുറെ ഗെയിംസ് ആണ്. അപ്പൊ അതിലോടുള്ള അമിതമായിട്ടുള്ള ഒരു താല്പര്യം വളരെയധികം കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ. അപ്പൊ ഇതിലും പിയർ പ്രഷറിന് വളരെ ഒരു വലിയൊരു റോളുണ്ട്. പിന്നെ ഈ ഒരു സ്വഭാവങ്ങൾ കൊണ്ട്, അതായത് ഇന്റർനെറ്റ് അഡിക്ഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഈ ലഹരി ഉണ്ടാക്കുന്ന ഒരു സ്റ്റിമുലേഷൻ ഉണ്ട്, ഒരു ഉത്തേജനമുണ്ട്. അത് ഈ ഒരു സ്വഭാവം വീണ്ടും വീണ്ടും നിലനിർത്താനായിട്ട് ഒരു കാരണമാണ്. പിന്നെ വിത്ഡ്രോവൽ, അതായത് അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വീണ്ടും ഈ സ്ക്രീനുകൾ നമ്മളെ മാടി വിളിക്കുകയാണ്. കാരണം അത് മാറി നിൽക്കുമ്പോൾ നമുക്ക് എന്തോ അസ്വസ്ഥതകൾ വരികയാണ്. അത് ഈ അഡിക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് കാരണങ്ങളാണ് ഈ ലഹരി ഉണ്ടാക്കുന്ന ഉത്തേജനവും വിത്ഡ്രോവലും. അത് നമ്മളെ വീണ്ടും ആ ലൂപ്പിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ രണ്ട് കാരണങ്ങളാണ് ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള തിക്ത അനുഭവം. ഇത് കുറെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഉണ്ടാക്കുന്നു, ചിലപ്പോൾ മാനസിക രോഗങ്ങളിലേക്ക് പോകുന്നു, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. അങ്ങനെ പല കാരണങ്ങളാൽ ഈ ചെറുപ്പകാലത്തിൽ ഉണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങൾ ഇങ്ങനത്തെ അഡിക്ഷൻസിന് നമ്മളെ കൂടുതൽ പ്രോണാക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, മോഡലിംഗ്, ഇത് ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്കാണ്. അപ്പൊ നമ്മൾ ഒരു എളുപ്പപ്പണി എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും മൊബൈൽ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ തന്നെ അവർ കൊടുക്കുകയാണെങ്കിൽ തന്നെ അവര് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ അവരെ ഒരു അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് അവരുടെ കയ്യിൽ ഈ ഗാഡ്ജറ്റ്സ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്.
പിന്നെ പേരൻസ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് കുട്ടികളും പഠിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അഡിക്ഷനിലേക്ക് നമ്മൾ നയിക്കുന്ന പല കാരണങ്ങൾ. ഇതറിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിത് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഈ ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനും. അപ്പോൾ എന്താണ് ഈ അമിതമായുള്ള ഈ സ്ക്രീൻ യൂസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? നമുക്കത് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. കണ്ണിന് സ്ട്രെയിൻ, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്, തലവേദന, കഴുത്തിന് സ്ട്രെയിൻ, പിന്നെ അപകടങ്ങൾ. എവിടെയും നോക്കാതെ ഇതിൽ മാത്രം മുഴുകി ഇങ്ങനെ റോഡിലൂടെ നടക്കുന്ന ആൾക്കാർക്ക് അപകടം ഉണ്ടാവില്ലേ? പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധകൾ മാറുകയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും. അങ്ങനെ പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശാരീരികമല്ലാതെ ഉറക്കമില്ലായ്മ ഉണ്ടാകും. തെറ്റിയ ആഹാരക്രമം, ഇതിൽ മുഴുകിയിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. അപ്പൊ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. ആളുകളുമായുള്ള ഇടപഴകൽ, താല്പര്യക്കുറവ്, അവർക്ക് അത്യാവശ്യത്തിനുള്ള സന്തോഷവും ഇതൊക്കെ നമ്മുടെ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് ആളുകളായിട്ട് ഇടപഴകണം. വിഷാദ രോഗം ഒരു കോമൺ കോൺസിക്വൻസ് ആണ് ഇന്റർനെറ്റ് അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ. അതിനൊപ്പം വിഷാദ രോഗം കൂടുതൽ കാണാം, ഉത്കണ്ഠ കൂടുതൽ കാണാം. അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് പോലുള്ള അസുഖങ്ങൾ ഈ ഇതിന്റെ ഭാഗമായി കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അമിതമായ ദേഷ്യം, ഇതൊക്കെയാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സ്ക്രീൻ അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്നത്. ശ്രദ്ധക്കുറവ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്. ഇനി എങ്ങനെ പരിഹരിക്കാം? ആദ്യം തന്നെ വിശദമായ പരിശോധന വേണം. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ടുള്ള അവസ്ഥകൾ നോക്കണം. രോഗങ്ങളുണ്ടോ, ഇനി വേറെ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, അസുഖങ്ങൾ എന്തെങ്കിലും, വേറെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കാൻ പാകത്തിനുള്ള ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അതൊന്ന്. പിന്നെ അവരുടെ സാമൂഹികമായിട്ടുള്ള ഒരു ജീവിത രീതി എങ്ങനെയാണ് നോക്കണം. അതായത് സമ്മർദ്ദങ്ങളുണ്ടോ, കടബാധ്യതകളുണ്ടോ, ഒറ്റപ്പെടലുണ്ടോ, ബോറടി ഉണ്ടോ, കുടുംബ പശ്ചാത്തലം. ഈ 3 ഏരിയാസും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ വിശകലനങ്ങൾ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അത് പരിഹരിച്ച് പോകേണ്ട അത്യാവശ്യമാണ്. പിന്നെ കൂടുതലായിട്ടും ഇന്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാകുന്ന വേണ്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അതായത് നമ്മുടെ ഒരു ജീവിത രീതി ഈ സ്ക്രീനിൽ നിന്ന് അകറ്റി നിർത്തി കൊണ്ടുവേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനെന്തൊക്കെ ചെയ്യണം അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട്. അതിൽ വളരെ ബ്രീഫായിട്ട് സ്ക്രീൻ ടൈം കുറയ്ക്കണം, ആളുകളായിട്ടുള്ള ഇടപഴകൽ കൂട്ടണം. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള 2 ഫോക്കസ്. പിന്നെ നമുക്ക് വേറെ കുറച്ച് തെറപ്പീസ് ഉണ്ട്. CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി, അതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറപ്പീസ്, അതേപോലെ തന്നെ ഗ്രൂപ്പ് തെറപ്പി, ഫാമിലി തെറപ്പി, അങ്ങനെ കുറച്ച് തെറപ്പികളുണ്ട്. ഈ CBT എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഉപകരണങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വഭാവ രീതികൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോടുള്ള ഒരു കാഴ്ചപ്പാട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വഭാവ രീതികൾക്ക് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇതേപോലെ ആദ്യം ഈ മാനസിക സമ്മർദ്ദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താന്ന് മനസ്സിലാക്കണം. അത് അതിനനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുകയും വേണം. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറപ്പി നിങ്ങൾ കേട്ട് കാണാം. അതായത് നമ്മുടെ ലിവ് ഇൻ പ്രസന്റ്, നമ്മുടെ ഇന്നിൽ ജീവിക്കുക. നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്താണ്, നമ്മുടെ ചുറ്റും കേൾക്കുന്നത് എന്താണ്, ചുറ്റും കാണുന്നത് എന്താണ്, നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക, ഇന്നിൽ ജീവിക്കുക. അതാണ് മൈൻഡ്ഫുൾനെസ് തെറപ്പി. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറപ്പിയിൽ ഒരു പറയുന്ന ബേസിക് തത്വം ഇതാണ്. ഈ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കുറെ സന്തോഷം കിട്ടും. അപ്പൊ നമ്മള് ഇതേപോലെയുള്ള അഡിക്ഷൻസിലേക്ക് പോവാതെ നമുക്ക് നമ്മളെ മാറ്റി നിർത്താൻ കഴിയും. ഗ്രൂപ്പ് തെറപ്പി എന്നത്
ഇന്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ ഉള്ള കുറെ ആളുകൾ അവരവരുടെ ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുകയാണ്. അതാണ് ഗ്രൂപ്പ് തെറാപ്പി എന്നുള്ള ഉദ്ദേശം. ഫാമിലി തെറാപ്പി, അതായത് ഈ ഒരു പ്രോബ്ലം ഉണ്ടായ ഒരു വ്യക്തിയുടെ ഫാമിലി അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് കാണും. അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പിയാണ് ഫാമിലി തെറാപ്പി. പിന്നെ ഇതൊന്നും നമുക്ക് വളരെ തീവ്രമായിട്ടുള്ള രീതിയിലുള്ള അഡിക്ഷൻസ് ആണെങ്കിൽ അതിന് മരുന്നുകൾ വേണ്ടി വരും. തീവ്രമായിട്ടുള്ള രീതിയിലുള്ള അഡിക്ഷൻസ് ആണെങ്കിൽ മരുന്നുകൾ മാത്രം പോരാ, ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷനും വേണ്ടി വന്നേക്കാം. നമുക്ക് എന്തൊക്കെ ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മുടെ പേഴ്സണൽ സ്ക്രീൻ ടൈം, അതായത് ജോലി സംബന്ധമായിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ഈ സ്ക്രീനുകൾ യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷെ ഈ പേഴ്സണൽ സ്ക്രീൻ ടൈം 30 മിനിറ്റ് തൊട്ടിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂറായി കുറയ്ക്കാൻ ശ്രമിക്കണം. വേറെ ഒരെണ്ണമാണ് 20-20-20 റൂൾ. ഇത് നമ്മുടെ കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് 20 മിനിറ്റ് സ്ക്രീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20 സെക്കൻഡ് ബ്രേക്ക് എടുക്കണം. ഈ ബ്രേക്ക് എടുക്കുമ്പോൾ 20 അടി ദൂരെയുള്ള ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതാണ് ഈ 20-20-20 റൂൾ. അത് നമ്മുടെ ഐ മസിൽസിന് റിലാക്സേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് സ്ഥിരമായിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് 20-20-20 റൂൾ. ഡിജിറ്റൽ ഡീറ്റോക്സ്, അതായത് ജോലി സംബന്ധമായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ജോലി നിർത്തുന്നതോടുകൂടി സ്ക്രീനുകളും ഓഫ് ആക്കണം. ഇതാണ് ഡിജിറ്റൽ ഡീറ്റോക്സ്. പിന്നെ അത് പിറ്റേ ദിവസം ജോലിയുടെ സമയത്ത് തുറക്കുക എന്നല്ലാതെ അത് തൊടാതിരിക്കുക. അതിന്റെ ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഫോൺ മാറ്റി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഈ മൊബൈൽ അഡിക്ഷനിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ഉപയോഗം നമ്മൾ തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യും. എത്ര നേരം ഞാൻ ഏതൊക്കെ ആപ്പുകളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് കൂടി വരുന്നുണ്ടോ, നമ്മൾ തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഈ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ മൊബൈൽ ഫോണിൽ തന്നെ ഡിജിറ്റൽ വെൽനെസ് ആൻഡ് പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞ സെറ്റിംഗ്സിൽ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്ന് നോക്കാം. സെറ്റിംഗ്സ് എടുത്ത് നോക്കി അതിൽ ഡിജിറ്റൽ വെൽബീങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെ ആപ്പിൽ എത്രയൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ ഇത് റെക്കോർഡ് ചെയ്യുക. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, എത്ര നേരം ഉപയോഗിക്കുന്നു, ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ, ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ടെൻഷൻ അകറ്റാൻ വേണ്ടിയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യുക. പിന്നെ റീപ്ലേസ് ബിഹേവിയർ, ഈ സ്വഭാവം നിർത്താൻ വേണ്ടി വെറുതെ നമുക്ക് ചിലപ്പോൾ നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇതേ നമുക്ക് ഇത്രയും തന്നെ ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഉത്തേജനം നൽകുന്ന വേറെ ഏതെങ്കിലും പ്രവൃത്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബിഹേവിയറിൽ നിന്ന് മുക്തി നേടാൻ കഴിയൂ. അപ്പോൾ റീപ്ലേസ് ബിഹേവിയർ. പിന്നെ അവസാനം ലിമിറ്റ് സെറ്റിംഗ് അല്ലെങ്കിൽ റൂൾസ് വെക്കുക. ഇത്ര സമയം ഞാൻ ഇത് ഉപയോഗിക്കില്ല, ഇത്ര സമയം ഞാനിത് ഉപയോഗിക്കൂ, ഈ സ്ഥലത്ത് ഞാനിത് യൂസ് ചെയ്യില്ല. അങ്ങനെ ഇപ്പൊ വീട്ടിൽ തന്നെ നമുക്കൊരു ഡിജിറ്റൽ ഫ്രീ സ്ക്രീൻ ഫ്രീ സ്പേസസ് ഉണ്ടാക്കാം. സ്ക്രീൻ ഫ്രീ സ്പേസസ്, അതായത് ലിവിംഗ് റൂമോ അല്ലെങ്കിൽ ഡൈനിങ് റൂമോ, ഈ സ്ഥലങ്ങളിലൊന്നും ഈ ഗാഡ്ജറ്റ്സിന് അവിടെ ഒരു എന്താ പറയുക പെർമിഷൻ ഇല്ല, എൻട്രി ഇല്ല എന്നുള്ള രീതി. അതാണ് ലിമിറ്റ് സെറ്റിംഗ്. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ സമയം യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക, നമ്മൾ അത് ടൈം ചെയ്ത് അതേപോലെ തന്നെ കുറയ്ക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഇന്റർനെറ്റ് സ്ക്രീൻ അഡിക്ഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിനെ കുറിച്ചുള്ളൊരു അവബോധം, സ്വയം പരിശോധന, അഡിക്ഷന്റെ വരും വരായികൾ അറിയുക എന്നിവയാണ് ഈ പ്രശ്നത്തിലേക്ക് വഴുതി വീഴാതിരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗം. അപ്പൊ അതിന് ഇന്നത്തെ ഈ ഒരു ടോക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു.
താങ്ക് യു. യെസ്, താങ്ക് യു ഡോക്ടറെ. നമുക്ക് ഒന്ന് രണ്ട് പേർക്ക് നമുക്ക് കേട്ട കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടും അല്ലാതെയൊക്കെയുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഡോക്ടറുടെ അടുത്ത് നിന്ന് ഉത്തരം കിട്ടാനായിട്ടുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഓൾറെഡി നിങ്ങൾ അയച്ചു തന്ന ചോദ്യങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഡോക്ടർക്ക് അയച്ചതിന്റെ ബേസിലാണ് ഡോക്ടർ ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ക്യാമറ ഓൺ ചെയ്തിട്ട് ഒന്ന് നമുക്ക് ചോദിക്കാം. ഡോക്ടറെ, നമ്മുടെ ഇതിൽ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഞാൻ നൽകിയിട്ടില്ല. അത് മനഃപൂർവ്വമാണ്. ഒരു ഇന്ററാക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വമാണ് ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാതിരുന്നിട്ടുള്ളത്. ഡോക്ടർ, എന്റെ പേര് ജെയ്മോൻ എന്നാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ കുട്ടികളുടെ നമ്മൾ പേരന്റൽ കൺട്രോൾ ഉപയോഗിക്കുന്നത് ഇത് കുട്ടികളിൽ അത് അവരെ വേറെ ഏതെങ്കിലും രീതിയിൽ അത് ബാഡ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? കാര്യം അവർക്കൊരു പീർ പ്രഷർ ഉണ്ട് എപ്പോഴും. ഓൾവേസ് ഓൾ അതേഴ്സ്, ഐ എം ഡിഫറെന്റ് ദാൻ ഓൾ അതർ ചിൽഡ്രൻ. ഐ ഹാവ് ഓൾവേസ് കൺട്രോൾസ് ലൈക്ക് 1 or 2 hours. ഞാൻ നോർമലി സ്ക്രീൻ ടൈം കൊടുക്കാറുണ്ട്. 1 or 2 hours കഴിയുമ്പോൾ ലോക്ക് ആവുന്ന രീതിയിൽ. സോ അത് അവരെ അഡ്വേഴ്സ്ലി ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? Like when they always compare with their peers and they get all the gadgets at their disposal, but I am controlled. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഏതൊരു ബിഹേവിയർ എടുക്കുകയാണെങ്കിലും അതിനൊരു റിസ്ക്കും ബെനിഫിറ്റും നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ മറ്റുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനും എൻ്റെ മക്കൾക്ക് അത്രയും സമയം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. അപ്പൊ അത് കുട്ടികൾക്ക് പറഞ്ഞാൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ചിലപ്പോ ഒക്കെ കുറച്ച് റെസിസ്റ്റൻസ് കാണുമായിരിക്കാം. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് മുന്നോട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക തന്നെ വേണം. പിന്നെ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ സ്ക്രീൻ ടൈമിന് ചില ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടുതലും ഈ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിഷ്യൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ. എന്താന്ന് വെച്ചാല് ഒരു 1.5 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് നമ്മുടെ വീഡിയോ കോൾ പോലെ ഒരു നമ്മുടെ ഒരു സൂപ്പർവൈസ്ഡ് അല്ല, കൂടെ ഒരു അഡൾട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കോളിൽ വേണമെങ്കിൽ പങ്കെടുക്കാം. അത്രയേ ഉള്ളൂ. 2 വയസ്സിന് താഴെ സ്ക്രീൻ ടൈമേ ഇല്ല, നോ സ്ക്രീൻ ടൈം. ഈ ഒരു വീഡിയോ കോൾ ഒക്കെ വിളിക്കാം എന്നല്ലാതെ സ്ക്രീൻ ടൈം എന്നാണ് സംഭവം 2 വയസ്സുള്ള ആൾക്കാർക്ക് പാടില്ല എന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. 2 തൊട്ട് 12 വയസ്സുള്ള കുട്ടികൾ, അതായത് അപ് ടു ടീനേജ്, 1 മണിക്കൂർ വീക്ക് ഡേയ്സിലും പിന്നെ 3 hours ടൈം അവർക്ക് വീക്കെൻഡിലും കൊടുക്കാം. ടീനേജേഴ്സ് ആണെങ്കിൽ അതൊരു 2 മണിക്കൂർ ആക്കാം നമുക്ക് വീക്ക് ഡേയ്സിൽ. പിന്നെ അഡൾട്ട്സിൽ ഇതേപോലെ തന്നെ ഇപ്പൊ ജോലി കഴിഞ്ഞ് ഉള്ള ഒരു സമയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ സ്ക്രീൻ ടൈം ഷുഡ് ബി ലിമിറ്റഡ് ടു മാക്സിമം ഓഫ് 2 hours എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതിക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. അത് എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തന്നെയാണ് ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബോഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അപ്പൊ കുട്ടികളിൽ നോ എന്ന് പറയേണ്ട സമയത്ത് നോ തന്നെ പറയണം. അവരെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ കുട്ടികളിലെ സ്ക്രീൻ ടൈം ഉപയോഗത്തില് ഈ ഓട്ടിസം അല്ലെങ്കിൽ പാർഷ്യൽ ഓട്ടിസം, മൈനർ ഓട്ടിസം, ഇതിന് ഈ ഒരു സ്ക്രീൻ ടൈം ഹയർ യൂസേജ് ഓഫ് സ്ക്രീൻ ടൈം അതൊരു റീസൺ ആണോ? അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ ശരിക്കും? അല്ല ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് ഓവർ ആയിട്ടുള്ള സ്ക്രീൻ ടൈം യൂസ് ചെയ്തതാണോ റീസൺ? അതൊരു സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ? അത് ഈ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം ഇനീഷ്യൽ പീരീഡിൽ ഇപ്പൊ ഈ നമ്മള് ആദ്യമൊക്കെ പറയുമല്ലോ, ഇപ്പൊ ഗെയിംസ് അഡിക്ഷൻ എന്ന് പറഞ്ഞാലും അതിൽ കുറെ സ്കിൽസ് ഇൻവോൾവ് ആണ്. നമ്മൾ ഭയങ്കര അറ്റന്റീവ് ആയിരിക്കണം. ഇപ്പൊ ഒരു ഷൂട്ടിംഗ് ഗെയിം ആണെങ്കിൽ ഫോക്കസ്ഡ് ആവണം, കോൺസെൻട്രേഷൻ വേണം എന്നുള്ളതൊക്കെ. പക്ഷെ അത് തുടക്കത്തിൽ മാത്രമാണ്. അതൊരു ലിമിറ്റ് ഉണ്ട്. ഒരു പരിധിക്ക് അപ്പുറം പോയാൽ ഈ എക്സസ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം ആവുമ്പോൾ പിന്നെ ഈ ഫോക്കസ് ഇല്ലാതാവാനാണ് ഈ സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നടക്കുന്നത്. ഫോക്കസ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്.
നമ്മൾ എന്തിനോ ഉപയോഗിച്ചു തുടങ്ങിയോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഫലമാണ് പിന്നീട് ഉണ്ടാക്കുക. അപ്പോൾ സ്ക്രീൻ ടൈം ഉപയോഗിച്ചത് കൊണ്ട് ഒരു കുട്ടിക്ക് ഓട്ടിസമോ ADHD വരില്ല. പക്ഷേ സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഈ ഓട്ടിസം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറയാന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ കുട്ടികളൊക്കെ വളരെ സോഷ്യലി ഓക്വേർഡ് ആയി പോകും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാം. അതേപോലെ തന്നെ സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ അങ്ങനെ ഒരു ADHD ഉള്ള കുട്ടിയാണെങ്കിൽ ഈ സ്ക്രീനിന് അമിതമായിട്ടുള്ള ഒരു അഡിക്ഷൻ കാണിക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് അവരുടെ ADHD ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഒന്നും കൂടെ കൂടും, ഹൈപ്പർ ആക്ടിവിറ്റിയും കൂടും. അങ്ങനെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യമാണ്, ഈ കുട്ടികൾക്ക് സെൽഫോൺ സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഏജ് എന്താണ്? മിഡിൽ സ്കൂളാണോ, ഹൈസ്കൂളാണോ, അല്ലെങ്കിൽ ഏറ്റവും പർട്ടിക്കുലർ ഏജ് അതിന് മുമ്പ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്? അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ആക്ച്വലി ഒരു കുട്ടിക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഒരു റെസ്പോൺസിബിളി അത് എങ്ങനെ എടുക്കും എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു കുട്ടിയെ അത് ഏൽപ്പിക്കേണ്ടത്. ഇപ്പൊ എല്ലാ കുട്ടികളും ഇതേപോലെ അഡിക്റ്റ് ആവുമൊന്നുമല്ല. പിന്നെ ഗാഡ്ജറ്റ്സ് ഇപ്പൊ നമ്മുടെ ഒരു ജീവിതത്തിൽ നമുക്ക് ഒഴിച്ച് മാറ്റി നിർത്താനും പറ്റില്ല. പഠനത്തിനായാലും ജോലിക്കായാലും ഒക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഏജിൽ എത്തുമ്പോൾ കൊടുക്കുക. ഈ കൊടുക്കുന്ന കുട്ടിക്ക് അതിനെപ്പറ്റി നല്ലൊരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ് അതിന് പ്രധാനം. അപ്പൊ എന്തായാലും ഒരു ടീനേജിന്റെ മുകളിൽ പോകുന്ന കുട്ടികൾക്കാണ് ഡെഫിനറ്റ്ലി കൊടുക്കാൻ പറ്റുള്ളൂ. ചെറിയ സ്കൂൾ കുട്ടികൾക്ക് എന്തായാലും അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അബൌട്ട് മേ ബി ആഫ്റ്റർ 10th 15 ഇയേഴ്സിന്റെ ഒക്കെ മേലെ പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു കോൺസിക്വൻസസ് എന്താണ് ഒരു ബിഹേവിയറിൽ നിന്ന് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടാവുമ്പോൾ കൊടുക്കുക. ഡോക്ടർ, ഇത് റോൺസി US നിന്നാണ്. ഇപ്പം ജോഷി പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമ്മൾ ഈ ടോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്തുമാത്രം പ്രാക്ടിക്കൽ ആണ് എന്നതിനെ കുറിച്ച് നമ്മളിപ്പം കുറച്ച് ഐഡിയകൾ നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്തു, കൺസെപ്റ്റ്സ് ചെയ്തു. പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് എന്തുമാത്രം പ്രാക്ടിക്കലാണ്? ഇപ്പം നമ്മൾ സാധാരണ സംഭവിക്കുന്നത്, ഇപ്പൊ 1-2 പിള്ളേരുള്ള വീടുകളിൽ കുഞ്ഞുങ്ങൾ വെള്ളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു വയസ്സ് മുതൽ തന്നെ കുഞ്ഞുങ്ങളുടെ സെൽഫോൺ കൊടുക്കുന്ന ഒരു രീതി. കുഞ്ഞുങ്ങൾ വെള്ളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ടാൻട്രംസ് മാറ്റാനായിട്ട് ഉടനെ സെൽഫോൺ കൊടുക്കുന്ന രീതി. അപ്പൊ നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ എന്തുമാത്രം പ്രാക്ടിക്കലാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പൊ എന്തുമാത്രം അത് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തത്. രണ്ടാമത്തേത്, ഈ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഈസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെൽഫോൺ ആൻഡ് TV. നമ്മുടെയൊക്കെ ഒരു സമയത്ത് ഒരുപക്ഷെ TV കുറച്ച് കൂടുതൽ കാണുന്നുണ്ടായിരുന്നു, അതായിരുന്നു സ്ക്രീൻ ടൈം. പക്ഷെ ഇപ്പോൾ അതല്ല, പിള്ളേർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സെൽഫോണാണ്. ബേസിക്കലി മിഡിൽ സ്കൂളിൽ, ഇപ്പൊ US സാഹചര്യത്തില് മിഡിൽ സ്കൂൾ ആൻഡ് എബാവ് പിള്ളേരുടെ എല്ലാവരുടെയും ഗാഡ്ജറ്റ്സ് ഉണ്ട്. അതായത് ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും, ആ സ്കൂളിലെ വർക്കിന് ഉപയോഗിക്കുന്നുണ്ട് കുറച്ചൊക്കെ, പിന്നെ അത് അവർ പേഴ്സണൽ ടൈമിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹോംവർക്കിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ സ്ക്രീൻ ടൈം ഈസ് വെരി ഹൈ. അപ്പം നമ്മൾ ഈ പറഞ്ഞു വർക്ക് റിലേറ്റഡ് അല്ലാതെ നമ്മൾ 2 മണിക്കൂർ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾ ടുഗദർ ദ സ്ക്രീൻ ടൈം ഈസ് അറൌണ്ട് 8 to 10 hours a day, including the work or maybe the student for their studies. So how do we control that part? We cannot even control that. ഇതിപ്പോ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സാർ പറഞ്ഞ കാര്യങ്ങൾ വളരെ വാലിഡ് ആണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കിപ്പോ ഈ ഒരു ഗാഡ്ജറ്റ്സ് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്ത് കാര്യങ്ങൾക്കായാലും ഇപ്പൊ ഫോൺ ബുക്ക് ഇല്ല. പണ്ട് നമ്മൾ ഒരു ഫോൺ ഡയറക്ടറി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഫോൺ ഡയറക്ടറി ഇപ്പൊ മൊബൈലിലാണ്. അപ്പൊ കാൽക്കുലേറ്റർ ആണെങ്കിൽ മൊബൈലിലാണ്. എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ നോക്കുക, അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ വി ഹാവ് ഇന്റർനെറ്റ് അറ്റ് ഫിംഗർ ടിപ്സ്. അപ്പൊ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗാഡ്ജറ്റ്സ് ആണ്. അത് ഇനിയും അതിന്റെ ഉപയോഗം കൂടിക്കൂടി വരേ ഉള്ളൂ, കുറയാനൊന്നും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് കണക്കാക്കിയിട്ടായിരിക്കാം ഈ ഒരു ഗൈഡ് ലൈൻസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്സൈഡ് ഓഫീസ് അവേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വർക്ക് ടൈം മിനിമം അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറേക്കെങ്കിലും നിങ്ങൾ ചുരുക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം. പിന്നെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, പ്രാക്ടിക്കലി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് പേരൻസ് ചിന്തിക്കേണ്ടി വരും.
ഇപ്പൊ കുട്ടികളിനെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ചെറുപ്പകാലത്തിൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ ഫോണും മൊബൈലും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ കൂടെ കുട്ടികളുണ്ടായിരുന്നു, കളിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ആക്ടിവിറ്റീസിൽ അവരെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. പുതിയ ഹോബീസ് ഏറ്റെടുപ്പിക്കുക, ഡ്രോയിങ്. ഇപ്പൊ എന്റെ മകള് ചെറുതാണ്, അപ്പൊ അവൾക്കും ഇത് സെയിം പ്രോബ്ലം, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന സെയിം പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ അവളെ സമയം കിട്ടുമ്പോഴൊക്കെ അവള് വേറെ ഏതെങ്കിലും ക്ലാസ്സുകളിൽ ചേർക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ലിമിറ്റ് ചെയ്യുക, അതില് ലിമിറ്റ് ചെയ്യുക, ടൈം ഡെഫിനറ്റ്ലി ലിമിറ്റ് ചെയ്യുക. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻഡ് ആയിട്ട് നമ്മളിത് കൊടുക്കുക, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇറ്റ് ഈസ് ചാലഞ്ചിങ് ആണ് പേരൻസിന്, കാരണം നമ്മൾ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ, കാരണം ഈ കുട്ടികളെ നമുക്ക് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതെടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. വേറെ ആർട്സോ ക്രാഫ്റ്റ്സോ അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള മിംഗ്ലിംഗ് കൂട്ടാനായിട്ട് പാർക്കിൽ കൊണ്ടുപോവുക, സൈക്ലിംഗ്, അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടുക. ഇങ്ങനെ കുറച്ച് എന്താ പറയാ പദ്ധതികൾ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. എന്നാലേ കുട്ടികളിൽ നിന്ന് മാറ്റാനായിട്ട് ഇത്തിരി പറ്റുള്ളൂ. Yeah, thank you, Doctor. One more question, connected with that. അപ്പം എനിക്ക് ഒരു കമന്റ് കൂടെ ഉള്ളതാണ്. അതായത് നമ്മൾ സാധാരണ അഡൽട്സ്, പേരൻസ് ജോബ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ ഫോൺ ഉപയോഗിക്കും, നമ്മൾ പല മേ ബി സ്പിരിച്വൽ ടോക്സ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഒത്തിരി സമയം എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഫോൺ ഉപയോഗിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു പലപ്പോഴും സംഭവിക്കുന്നത് പേരൻസിന്റെ അഡിക്ഷൻ ചിലപ്പോൾ പിള്ളേരെക്കാട്ടും കൂടുതലാകുന്ന സാഹചര്യവും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം ഈ നമ്മളപ്പോഴത്തേക്ക് പിള്ളേർ ഒരു റൂൾ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പേരൻസും കൺട്രോൾ ചെയ്യേണ്ടതായിട്ടും ഇങ്ങനെ ഒരു കമന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണെങ്കിലും ഞങ്ങൾ കാണുന്ന ഒരു കാര്യമാണ്, നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പം ഉപയോഗിക്കും, കാരണം വർക്ക് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ അത് എന്തുമാത്രം പിള്ളേരെ അപ്പം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നീഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ പേരൻസ് ഇറ്റ്സ്. ഞാൻ എങ്ങനെ അഡിക്ഷനിലേക്ക് കടക്കാം എന്നുള്ളതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാരന്റ്സിന്റെ ഒരു ഉപയോഗം, അതേപോലെ തന്നെ കുട്ടികള് പേരൻസിനെ നോക്കിയിട്ടാണല്ലോ. അപ്പൊ അവരുടെ ഒരു മോഡലിംഗ് ഭയങ്കര, കുട്ടികളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും പേരൻസിന്റെ ബിഹേവിയർ. നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് ആദ്യത്തെ പടി ദ പേരൻസ് ഷുഡ് ബി അവെയർ. അവരുടെ ഒരു സ്ക്രീൻ യൂസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ പരിശോധിക്കുകയും അവരതിനൊരു നിയന്ത്രണം വെച്ചാൽ മാത്രമേ കുട്ടികളിൽ നമുക്കത് പ്രായോഗികമായിട്ട് നടത്താൻ പറ്റൂ. താങ്ക് യു. യെസ്, നമുക്ക് ഒരാൾക്കും കൂടി ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ഒരാൾക്കും കൂടി ചോദിക്കാം. ഡോക്ടർ, എൻ്റെ പേര് ജോൺ എന്നാണ്. ഞാൻ ആക്ച്വലി ഈ സെയിം ടോപ്പിക്കിൽ ഒന്ന് ഡീപ് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പോയിന്റിലല്ല, ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വേറൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സിന്റെ പാർട്ടായിട്ട് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തിന്റെ മുകളിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീം 3 പേരടങ്ങുന്ന ഒരു ടീമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്ക്രീൻ അഡിക്ഷൻ എങ്ങനെ വേറൊരു ഡിജിറ്റൽ ആപ്പ് ത്രൂ മാറ്റാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ട്രൈ. അപ്പം ബിക്കോസ് എന്തായാലും ഇതിൽ നിന്നൊന്ന് മാറിയിട്ടൊരു ഓപ്ഷൻ ഞങ്ങൾക്കും ഉത്തരം ഫസ്റ്റ് തന്നെ വരുന്നില്ല. സോ അതുകൊണ്ടൊരു ആപ്പ് വഴി എങ്ങനെയെന്നുള്ളതായിരുന്നു. അപ്പം റോൺസ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഓഫ് ഓൾ വി ഐഡന്റിഫൈഡ് ദാറ്റ് പാരന്റ്സിനെ കുട്ടികൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സോ വാട്ട് വി ആർ തിങ്കിങ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ അഡൾട്ട്സ്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ. സോ അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തൊരു സാധനം എന്ന് വെച്ചാൽ അത് ആക്ച്വലി അത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതായിരുന്നു. അതായത് നമ്മളൊരു 3 ജനറേഷൻസിന് നമ്മളൊന്ന് ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഞാൻ എന്റെ ഏജ് ഇപ്പോൾ 35 ആണ്. ഇപ്പൊ എന്റെ പാരന്റ്സ്, അവരുടെ ഗ്രാൻഡ് പാരന്റ്സ്, അതുപോലെ അവരുടെ പാരന്റ്സ്, പിന്നെ എന്റെ ചൈൽഡ്. ഇപ്പൊ ഇങ്ങനെ ഇത്ര 3-4 ജനറേഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തപ്പോൾ കുറച്ച് ഒരു കോമൺ തിങ്സ് നമുക്ക് ഐഡന്റിഫൈഡ് ആയിരുന്നു. അതൊന്നെന്ന് പറഞ്ഞത് ഡിസയർ ഫോർ സോഷ്യൽ കണക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ. ദ സെക്കൻഡ് വൺ ഈസ് നീഡ് ഫോർ എന്റർടൈൻമെന്റ് ആൻഡ് ലെയ്ഷർ. ദ തേർഡ് വൺ ഈസ് ക്യൂരിയോസിറ്റി ആൻഡ് ദ ഡ്രൈവ് ടു സ്റ്റേ ഇൻഫോംഡ്.
ആൻഡ് ഫോർത്ത് വൺ ഈസ് സീക്കിംഗ് നോളജ് ആൻഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. കൈൻഡ് ഓഫ് ദീസ് തിങ്സ് അതായിരുന്നു വന്നിരുന്നത്. സോ ഇതെല്ലാം ഇന്നിപ്പോൾ സംഭവിക്കുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ്. സോ ഇതൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു നോർമൽ ടെൻഡൻസി അല്ലേ? നമുക്കിതിൽ എങ്ങനെ നമുക്ക് ഓക്കെ, നമ്മളിപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ പോകുമെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐസൊലേറ്റഡ് ആവുകയാണ് ഒരാൾ സ്ക്രീനിൽ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പോൾ. അതാണ് ഒരു പ്രോബ്ലം. എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അല്ല, പക്ഷെ നമ്മളിവിടെ ഒരു സാധാരണ ഒരു സ്വഭാവ രീതിയെ പറ്റിയിട്ടല്ല ആക്ച്വലി സംസാരിക്കുന്നത്. നമ്മളത് സംസാരിക്കുന്നത് അഡിക്ഷൻ എന്നുള്ളൊരു രീതിയെ പറ്റിയിട്ടാണ്. കാരണം നിങ്ങൾ പറഞ്ഞല്ലോ, അല്ല, ഇനി ഈ ഒരു കാലഘട്ടത്തില് ഇനി അങ്ങോട്ട് നമുക്ക് സ്ക്രീൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സ്ക്രീൻ ടൈം ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് നമ്മുടെ ഒരു ബോഡിയുടെ ഒരു ഭാഗമാണ്. ഓൾറെഡി ഇപ്പൊ തന്നെ മൊബൈൽ നമ്മുടെ ബോഡിയുടെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. ഇപ്പൊ എത്ര ആൾക്കാർ നമ്മുടെ ഒരുമിച്ച് വരുന്നു, എത്ര ദൂരങ്ങളിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് വരുന്നു സംസാരിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് ഡെഫിനറ്റ്ലി ലോകം മാറി മറിയുമല്ലോ, ടെക്നോളജി ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ഇതൊന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുന്നത് പ്രോബ്ലമാറ്റിക് ഇന്റർനെറ്റ് യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. പ്രോബ്ലം ആവുന്നത് നമുക്കിത് മാറ്റിവെക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ, മാറ്റിവെച്ചാൽ അത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു വരുമ്പോൾ, അതുപോലെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അത് അഡിക്ഷൻ ആവുന്നത്. അഡിക്ഷൻ പ്രശ്നമാണ്. അഡിക്ഷൻ ഇസ് എ ഡിസോർഡർ. അഡിക്ഷൻ ഒരു ഡിസോർഡറാണ്. അല്ലാതെ നമുക്കൊരു സ്ക്രീൻ കംപ്ലീറ്റ്ലി മാറ്റിവെച്ച് നമുക്ക് മുന്നോട്ട് എന്തായാലും പോകാൻ പറ്റില്ല. യൂസിങ് എ സ്ക്രീൻ ഇസ് റിക്വയർഡ്. അതൊരു നെസസിറ്റിയായി മാറിയിരിക്കുകയാണ്. അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷെ അമിതമായിട്ടുള്ള ഒരു ഉപയോഗം അത് അൺകൺട്രോളബിൾ ആൻഡ് എന്താ പറയാ, നമ്മുടെ മാനസികാവസ്ഥയ്ക്കോ അതെ ശാരീരിക അവസ്ഥയ്ക്കോ ഡിലിറ്റീരിയസ് ആവുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. യെസ്, നമ്മുടെ സമയം ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് ഇന്റർഫിയർ ചെയ്തത്. ഡോക്ടറെ വലിയ ഒരു താങ്ക്സ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഇങ്ങനെ തോന്നിയപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനോട് യോജിച്ചു വരുമായിരുന്നു. പിന്നെ ഡോക്ടർ ഇങ്ങനെ കേൾക്കുമ്പോഴും വിചാരിക്കുമായിരുന്നു, ഏറ്റവും അനുയോജ്യയായ ഒരാളെയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസത്ത് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ കൂടിയതിന് ബെന്നി സാറ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരാളെയാണ് ഞങ്ങൾക്ക് തന്നതെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാം. സോ ഡോക്ടർ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പിന്തുണയും നൽകുന്നു. ഒപ്പം ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ഈ തിരക്കിനിടയിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നുള്ള രീതിയിൽ അതിൻ്റെ എല്ലാ തിരക്കുകളുടെ ഇടയിൽ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് എല്ലാ ആളുകളുടെയും പേരിൽ, ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഡോക്ടർക്ക് താങ്ക്സ് പറഞ്ഞു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. പിന്നെ ഞാൻ ഈ ഇന്ററാക്റ്റീവ് സെഷൻ വളരെയധികം എൻജോയ് ചെയ്തു കേട്ടോ. ഐ ഹോപ്പ് എൻ്റെ ഈ ഒരു ടോക്ക് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയി എന്ന് വിചാരിക്കുന്നു. പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടായുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇതിന്റെ ഈ സ്ക്രീൻ അഡിക്ഷന്റെ ഒരു പറ്റിയിട്ടുള്ള അഡിക്ഷൻ ഡിസോർഡർ, അഡിക്ഷൻ അല്ല വെറുതെ അഡിക്ഷൻ ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് in identifying that whether you're going into a problem. Anyway, thank you so much for giving me this opportunity, and I really enjoyed this. Thank you. Thank you, Good Doctor. night, everyone. യെസ്, നമ്മൾ തുടരുകയാണ്. നമ്മൾ കുറച്ച് സമയം കെയറോസ് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുഞ്ഞു കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ഒരുമിച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നു. ഒരു കൃത്യം നമുക്ക് 9:30 തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്കറിയാലോ, ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ചാണ് ഈ ഒരു പ്രശ്നം. ഇപ്പൊ ഡോക്ടർ നമ്മുടെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പലരും ഇപ്പൊ നേരത്തെ ജോണൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലരും പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്തെടുക്കുന്ന ആളുകളാണ്. ജീസസ് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ജീസസ് യൂത്ത് എല്ലാ കാലത്തും ഒരു പടി മുന്നേ ഓടിയ ആളുകളാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ നയിച്ച ആളുകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായിരുന്നു, പ്രോ ലൈഫ് മിനിസ്ട്രി പോലെയുള്ള മിനിസ്ട്രികൾ ആരും ചിന്തിക്കാത്തൊരു കാലത്ത് അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ഒരുപാട് ഇനിഷ്യേറ്റ് ചെയ്ത് അത് കേരളത്തിൽ കൊണ്ടുവരികയും അങ്ങനെയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത പ്രോ ലൈഫ് പോലെ അനേകം മിനിസ്ട്രികൾക്ക്, ക്യാമ്പസുകൾ, ടീംസ്, അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അനേകം മേഖലകളിലേക്ക് ആദ്യമായിട്ട് ചുവടുവെച്ചത് ജീസസ് യൂത്ത് ആണെന്നുള്ളത് വലിയ ഒരു അഭിമാനത്തോടു കൂടെ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ
ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു സൊസൈറ്റിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂസ് ആണ്. അനേകം പേരൻസ്, അനേകം കുട്ടികൾ, അനേകം യുവജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിന് അഡ്രസ് ചെയ്യാനായിട്ട് കെയ്റോസ് മുന്നിട്ടിറങ്ങുകയാണ്. കെയ്റോസിന്റെ ഈ ഒരു പ്രയാണത്തില് ഇതിന്റെ ഭാഗവാക്കാകിയ എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. കാരണം നമുക്കറിയാം, അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഗൂഗിൾ ഫോം ഒക്കെ ചെയ്ത് ഇത് ഒരു സീരിയസ് ആയിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നതും ഈ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്കിതിന്റെ കംപ്ലീറ്റ് ഡാറ്റ നോക്കുമ്പോൾ അറിയാം എല്ലാവരും അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ആളുകളാണ്. അത്യാവശ്യം എഡ്യൂക്കേഷൻ, ഇതിനകത്ത് വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ആളുകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നുള്ള വലിയൊരു ബോധ്യമുണ്ട്. ദൈവം നമ്മളെ അതുപോലെ നയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കെയ്റോസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കെയ്റോസ് ഈ കാലഘട്ടങ്ങളിൽ കുറച്ചുകൂടി ഊന്നൽ നൽകി വളരെ ശ്രദ്ധാപൂർവം യുവജനങ്ങളെയും കുട്ടികളെയും കുടുംബങ്ങളെയും അവരെ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർലോ ജെൻ എന്ന് പറയുന്ന ഒരു റിട്രീറ്റ്, ഡിജിറ്റൽ ഡീറ്റോക്സ് റിട്രീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ഒരു പടി ഇതിന്റെ ആലോചനയിലുണ്ട്. ഞാൻ ഈ സമയത്ത് കെയ്റോസ് മീഡിയയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ചാക്കോച്ചൻ ഞാവളിൽ നമ്മുടെ കൂടെയുണ്ട്. കെയ്റോസിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇപ്പം നടന്നത്. കൈറോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം ചുരുക്കി പറയാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ 3 മാഗസിനുകളുണ്ട്: കൈറോസ് മലയാളം, കൈറോസ് ഗ്ലോബൽ, കൈറോസ് ബഡ്സ്. കൈറോസ് ബഡ്സ് 3 to 12 ഇയേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാഗസിനാണ്. ഇത് മാത്രമല്ല, മറ്റ് കാര്യങ്ങളുമുണ്ട്. ക്ലൗഡ് കാത്തലിക് എന്ന് പറയുന്ന ആപ്പ്, നമ്മുടെ മാസിക എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ആപ്പ് അത്തരം കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ മാഗസിനിലെ കണ്ടന്റ് അവൈലബിൾ ആക്കാനുള്ള പരിശ്രമമാണ്. ഏറ്റവും അടുത്തായിട്ട് ജീസസ് യൂത്ത് വിശേഷങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കൈറോസ് ന്യൂസ് എന്ന് പറഞ്ഞൊരു കാര്യവും ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അത് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും ലോകമെമ്പാടും നിന്നുള്ള ജീസസ് യൂത്ത് വിശേഷങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൈറോസ് സ്റ്റുഡിയോ എന്നുള്ള പേരിലുള്ള യൂട്യൂബ് ചാനലുണ്ട്. ഈ അടുത്ത ദിവസം തോമസ് തറയിൽ പിതാവിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അത് 10,000 വ്യൂസിലേക്കൊക്കെ, അതിൽ കൂടുതൽ വ്യൂസിലേക്കൊക്കെ എത്തിയ ഒരു വീഡിയോ, ഒരു ഹാഫ് ആൻ അവർ ഉള്ളൊരു വീഡിയോ ഒക്കെ ആ കൈറോസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അങ്ങനെ വിവിധ മേഖലകളിൽ കൂടി സുവിശേഷം ഏറ്റവും ആകർഷകമായ രീതിയിൽ പങ്കുവയ്ക്കാനുള്ള ഒരു പരിശ്രമമാണ് കൈറോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ആ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വായനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മാഗസിൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ധാരാളം ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2-3 പുസ്തകങ്ങളുടെ ഒരു പണിപ്പുരയിലാണ്. താമസിയാതെ തന്നെ അടുത്ത 1-2 മാസങ്ങളിൽ ഒരു 2-3 പുസ്തകങ്ങൾ കൂടി പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം, അബ്ബാ ഹൃദയം എന്ന പേരുള്ള നീൽ ലൊസാനോയുടെ നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സെമിനാറുകളൊക്കെ നിങ്ങൾ കൂടിയിട്ടുണ്ടാവുമായിരിക്കും. ആ സെമിനാറിന്റെ പേരെന്തായിരുന്നു? വിട്ടുപോയല്ലോ. നമ്മുടെ അൺബൗണ്ട് സെമിനാറുകളിൽ ധാരാളം പേര് പങ്കെടുത്തിട്ടുണ്ടാവും. നീൽ ലൊസാനോ ആണ് അത് തുറക്കുവിട്ടത്. നീൽ ലൊസാനോ ഈ അൺബൗണ്ട് എന്നുള്ള പുസ്തകം എഴുതിയതിന് ശേഷം പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അതിനെക്കുറിച്ച് ആളുകൾ കൂടുതൽ അവബോധം ഉണ്ടാകണമെന്നുള്ളൊരു താല്പര്യത്തിൽ എഴുതിയ പുസ്തകമാണ് അബ്ബാസ് ഹാർട്ട്. അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഈ അടുത്ത 1-2 മാസത്തിനുള്ളിൽ അത് പുറത്തിറങ്ങും. അങ്ങനെ മറ്റ് 1-2 പുസ്തകങ്ങളുടെയും കൂടിയൊക്കെ പണിപ്പുരയിലാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തൽക്കാലം ഇത്രയും മതിയാവും. എൻ്റെ യെസ്, താങ്ക് യു സാറേ. ഞാനിപ്പോ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മളുടെ ബഡ്സ് മാഗസീൻ ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. കാണാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ആക്ടിവിറ്റിയിലേക്കും നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാമെന്നുള്ള ഒരു ചോദ്യത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ പലപ്പോഴും അവസാനിച്ചത്.
നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മാഗസീനുകൾ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ കെയ്റോസ് ബഡ്സ് നമ്മളിപ്പോൾ ഒരു 3 വർഷമായി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാഗസീനാണ്. ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികൾക്ക് തനിയെ ചെയ്യാനും അവർക്ക് പാരൻസിന് അവരുടെ കൂടെ ഇരിക്കാനും ഈ പറഞ്ഞ ഒരു ഒരു തിരിച്ചുവരവിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ബുക്കിന്, ഈ ഒരു മാഗസീനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ടീം ഓഫ് ആൾക്കാർ, ലോകത്തിന്റെ പല സ്ഥലത്തു നിന്നും ജീസസ് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ, അവർ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അവരാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും, കണ്ടന്റ് ഒക്കെ വളരെ റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു കഥകൾ ഉണ്ടായിരിക്കും, വിശേഷങ്ങൾ ഉണ്ടായിരിക്കും, വിശുദ്ധരെ പറ്റിയിട്ട് പഠിപ്പിക്കും. 4 കാർട്ടൂണുകളാണ് ഇതിനകത്ത്, കാർട്ടൂൺ സ്റ്റോറികളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ കുട്ടികൾക്കൊക്കെ അത് വളരെ ഈസിലി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിനകത്തുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ മാസത്തെ ഓഗസ്റ്റ് മാസത്തെ കെയ്റോസ് ബഡ്സിന്റെ കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, കാർട്ടൂൺ. പിന്നെ ആക്ടിവിറ്റീസ് ആണ്. കേഴ്സീവ് റൈറ്റിംഗ്, ബൈബിൾ വചനങ്ങൾ കേഴ്സീവ് റൈറ്റിംഗിൽ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സഹായിക്കുന്ന ഒരു പേജ്, കളറിംഗ് പേജുകൾ, വിശുദ്ധരെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് അത് കളറിങ്ങിലൂടെ കളർ ചെയ്യാം, ഒപ്പം വിശുദ്ധരെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പേജ്, ആക്ടിവിറ്റീസ്, ക്രാഫ്റ്റുകൾ. കെയ്റോസ് ബഡ്സിന്റെ മറ്റൊരു ഇനിഷ്യേറ്റീവാണ് ക്രാഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ വെബിനാറിലൂടെ അവര് ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട്, അത് നമ്മുടെ ഒരു കാത്തലിക് വ്യൂ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്. അതിന്റെ ചെറിയ പതിപ്പുകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഒപ്പം നമ്മളുടെ കുട്ടികൾ അവരുടെ ആർട്ടും അവരുടെ കുഞ്ഞു കുഞ്ഞു സൃഷ്ടികൾ, ഇതിനകത്ത് എഴുതുന്ന പലരും ചെറുപ്പക്കാരാണ്. ഇത് വീണ്ടും അവർക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വളരെ മനോഹരമായിട്ട് അത്രയധികം റിസർച്ച് ചെയ്തിട്ടാണ്. കാരണം ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇതിനകത്ത് സ്റ്റോറി പ്രിന്റ് ചെയ്യുന്നത് ഗ്ലോസി പേപ്പറിലാണ്. അപ്പൊ ആ ഗ്ലോസി പേപ്പറിൽ വരയ്ക്കാൻ പറ്റില്ല, പെയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെയിന്റ് ചെയ്യുന്ന പേജുകള് അല്ലെങ്കിൽ എഴുതുന്ന പേജുകള് മാറ്റ് ഫിനിഷിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രിന്റിങ്ങിനൊക്കെ വരുന്ന സ്ഥലങ്ങളും അതെല്ലാം നോക്കി റിസർച്ച് ചെയ്തിട്ടാണ് ഈ മാഗസീൻ ഇറക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കഥകള്, പസിലുകൾസ്, ഇങ്ങനത്തെ കുഞ്ഞ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, കാർട്ടൂൺസ്, ഇതൊക്കെ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഇതിനെപ്പറ്റി പറയാണ്. നമ്മുടെ മുൻപില് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക് തിരിച്ചു വരാനും നമ്മളെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട്. പലപ്പോഴും ആലോചിക്കാറുണ്ട്, കെയ്റോസ് ഇന്ന് ലോകത്ത് പല മാഗസീനുകളും നിർത്തിപ്പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷെ കെയ്റോസ് ദൈവം അതിനെ നയിക്കുകയാണ്. എന്താ പറയാ, ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, റിസോഴ്സിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ കെയ്റോസിനെ മറ്റ് ജീസസ് യൂത്തിന്റെ മറ്റു മിനിസ്ട്രികളൊക്കെ തമ്പുരാൻ നയിക്കുന്നത് പോലെ തന്നെ കെയ്റോസിനെയും ഈ കാലഘട്ടത്തിൽ വളരെ മനോഹരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു കെയ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ ഒരു സമയമാണ്. ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടായിരിക്കാം കെയ്റോസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ആളുകൾ സ്ക്രീൻ അഡിക്ഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മാഗസീനുകളൊക്കെ ഒന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. നമുക്കറിയാം, ഒന്ന് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മളുടെ ഈ ഒരു മീഡിയ മിനിസ്ട്രിയെ ഒന്ന് നമുക്ക് കാര്യമായിട്ട് ഓർക്കാം. നമ്മുടെ കുർബാനകളിലും നമ്മുടെ ഇന്റർസെഷനിലൊക്കെ നമുക്ക് പ്രത്യേകം കെയ്റോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും, ജീസസ് യൂത്തിന്റെ മീഡിയ മിനിസ്ട്രി എന്നുള്ള രീതിയിൽ ഇതിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഒന്ന് ഓർക്കാം. നമുക്ക് മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ, നമുക്കറിയാലോ ഒരു മാഗസീൻ 50 രൂപയാണ് വില. ഒരു 10 പേർക്കെങ്കിലും ഒരു 10 സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ചുറ്റിലും നമുക്കൊന്ന് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും പേർക്ക് നമുക്ക് മനോഹരമായിട്ട് യേശുവിനെ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് ആ ഒരു സാധ്യത നമുക്ക് ഒന്ന് ഉപയോഗപ്പെടുത്താം. നമുക്ക് ബഡ്സ് മാഗസീൻ മലയാളത്തിലില്ല, ഇംഗ്ലീഷിലാണുള്ളത്. കാരണം മലയാളത്തിൽ അത് മനഃപൂർവ്വം പ്രിന്റ് ചെയ്യാത്തതാണ്. കാരണം പല സ്ഥലങ്ങളിലും ഇംഗ്ലീഷിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത് ഇത് ഒരു ഇന്റർനാഷണലി
സർക്കുലേറ്റ് ചെയ്യുന്ന ബുക്കാണ്. ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും സ്കൂളുകളിലും കാറ്റഗിസം ക്ലാസ്സുകളിലൊക്കെ മനോഹരമായിട്ട് യൂസ് ചെയ്യുന്ന ബുക്കാണ്. കാറ്റഗിസം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ പറയായിരുന്നു, കാറ്റഗിസം ടീച്ചർ പറയായിരുന്നു, കാറ്റഗിസം ക്ലാസ്സിലെ ഒരു സബ് ബുക്കായിട്ട് അവർക്ക് ആക്ടിവിറ്റി ഒക്കെ ചെയ്യിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബുക്കാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ നമ്മൾ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യണം, നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് താല്പര്യപൂർവ്വം നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. നമ്മൾ തുടർന്ന് നമ്മൾ കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, നമ്മൾ ആരും അതായത് നമ്മളെല്ലാവരും ആണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പരിശുദ്ധ കുർബാനയുടെ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യും. അതിനിടയിൽ ഹോളി സ്പിരിറ്റിന്റെ ഒരു ഇൻസ്പിറേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറി മാറി ചെറിയ വാക്കുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഒരിക്കൽ കൂടെ വലിയ താങ്ക്സ് പറയാണ്. കാരണം ലോകത്തിന്റെ പല സ്ഥലത്തും പല സമയങ്ങളാണ്. പാതിരാത്രിയിൽ നമ്മളുടെ ഇന്നത്തെ വെബിനാറിനെ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കെയറോസ് ഫാമിലിയുടെ പേരിൽ താങ്ക്സ് പറയുന്നു. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. ആരാധിക്കാം. തെരഞ്ഞെടുത്തതിനോർത്ത് എനിക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഇന്നത്തെ ഞങ്ങളുടെ യുവതലമുറയെയും കുഞ്ഞുങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഈ ഞങ്ങളുടെ ജോലി തിരക്കുകൾ കൊണ്ട്, ഞങ്ങളുടെ സമയമില്ലായ്മ കൊണ്ട്, ഞങ്ങളുടെ തിരക്കുകൾക്കിടയിൽ ഉള്ളത് കൊണ്ട്, ഞങ്ങളുടെ അണുകുടുംബങ്ങളിലേക്ക് ഞങ്ങൾ പോയത് കൊണ്ടും ഈശോയെ പലപ്പോഴും അവർക്ക് വേണ്ടി സമയം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈശോയെ, ഞങ്ങളുടെ തിരക്കുകളെ കുറയ്ക്കാനും കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ അവിടുത്തെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈശോ നസ്രത്തിലെ കുടുംബത്തിലെ ഈശോയെ വളർത്തിയ പരിശുദ്ധ അമ്മയെ, പരിശുദ്ധ യോസേപ്പ് പിതാവേ, എങ്ങനെയാണ് ഞങ്ങളുടെ മക്കളെ വളർത്തേണ്ടതെന്ന് ഈശോയെ അങ്ങ് തന്നെ ഞങ്ങൾക്ക്, പരിശുദ്ധ അമ്മ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ഞങ്ങൾക്ക് ദാനമായി നൽകിയ മക്കളെ ഈശോയ്ക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഞങ്ങളെ ഏറ്റവും വിശുദ്ധരായി തന്നെ തിരിച്ചേൽപ്പിക്കാനായിട്ട് ഞങ്ങൾ അവിടുത്തെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അതിന് വേണ്ട വഴികൾ തുറന്നു കൊടുക്കാനായിട്ട് ഏറ്റവും ആദ്യം ഞങ്ങൾ തന്നെ ഈശോയെ ടീച്ചേഴ്സിന്റെ സ്റ്റാറ്റസിൽ എല്ലാവരും കുറെ ആൾക്കാരെങ്കിലും എഴുതിയിരുന്നു, പാരന്റ്സ് ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ ടീച്ചർ, അല്ലെങ്കിൽ അവരുടെ അമ്മയാണ് അവരുടെ ആദ്യത്തെ ടീച്ചർ എന്ന് ഇപ്പൊ ചിലരെങ്കിലും എഴുതി കണ്ടിരുന്നു. ഈശോയെ ആ ഒരു ബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാനായിട്ട് ഈശോയെ, ഞങ്ങളുടെ ഏതൊരു കാര്യത്തിലും, ഞങ്ങളുടെ മക്കളെ വളർത്തുന്ന കാര്യത്തില് ഞങ്ങളാണ് അവരുടെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ തന്നെ അവർക്ക് മാതൃകയാവാനായിട്ട് ഞങ്ങൾ ഓർത്ത് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾ അതിനെ ബഹുമാനിക്കാനും ഞങ്ങളുടെ മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഈശോയെ അങ്ങ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഓരോരുത്തരിലും അങ്ങ് എഴുന്നള്ളി വരണമേ. ഈശോയെ, അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ ആയിരിക്കുന്ന കൂടെ പഠിക്കുന്ന ഓരോ കുട്ടികൾ, അവരുടെ ടീച്ചേഴ്സ്, അവരുടെ ഇടയിലൊക്കെ ഈശോനെ നൽകാനായിട്ട് ഞങ്ങൾ ഇവരോരോരുത്തരെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങ് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പേരിന്റെ വിശുദ്ധന്മാരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ സ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ പരിശുദ്ധ മറിയമേ മറിയമേ, തമ്പുരാന്റെ 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 പാപികളായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം മനസ്സമയത്തും തമ്പുരാനോട് തമ്പുരാനോട് അപേക്ഷിച്ചു. അപേക്ഷിക്കുന്നു. ആമേൻ. നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ മാറ്റപ്പെട്ടേക്കാം, കുന്നുകൾ അകന്നു പോയേക്കാം, എന്നാൽ എന്റെ അചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്ന് യെശയ്യാ പ്രവാചകൻ അരുൾ ചെയ്തുകൊണ്ട് ദിവ്യഈശോയെ, ലോകം മുഴുവനുമുള്ള ജീസസ് യൂത്ത് ഫാമിലിയോടൊപ്പം ഈശോയെ സന്യാസിയായ എന്നെയും ഈ നിമിഷം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈശോയെ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തിയെ അനുഭവിക്കുവാനും ഇന്നേ ദിവസം പങ്കുവച്ച കാര്യങ്ങളെല്ലാം ഞങ്ങളുടേതായ രീതികളിലെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും കണ്ടുമുട്ടുന്ന കുഞ്ഞുമക്കൾക്കെല്ലാം നന്മയായി സ്നേഹമായി കരുതുവാനൊക്കെ ഉപദേശങ്ങളാലും സ്നേഹത്താലും ഒക്കെ നയിച്ചതിനോർത്ത് നന്ദി പറയാണ് ഈശോയെ. കാലത്തിനനുസൃതമായിട്ട് ജീസസ് യൂത്തിന്റെ ഓരോ മുന്നേറ്റങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. നാഥ, എന്താവശ്യത്തിലും സ്നേഹത്തോടും നിശബ്ദതയോടും അങ്ങേയറ്റ അത്ഭുത ശക്തിയോടും കൂടി തന്നെ അങ്ങയെ സ്വീകരിച്ചുകൊണ്ട് വേദനയിലും സന്തോഷത്തിലും ഒരുപോലെ സഞ്ചരിക്കുന്ന ഈ ജീസസ് യൂത്ത് ഫാമിലിയെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈശോയെ അങ്ങയുടെ സ്നേഹകാരുണ്യം അവരുടെ ജീവിതത്തിലേക്ക് ആഴത്തിലേക്ക് അങ്ങ് പകർന്നു നൽകിയല്ലോ. നാഥ, ഒത്തിരിയേറെ നന്ദി. ഈ നിമിഷം എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോയെ. ഇനിയും ഒത്തിരിയേറെ ആത്മാക്കളെല്ലാം അങ്ങയെ അറിയുവാനും സ്നേഹിക്കുവാനും അതുപോലെ ഇന്ന് ഈ ലോകത്ത് ഒത്തിരിയേറെ പ്രശ്നങ്ങളാലും തിന്മയാലും ശക്തിയാലും വീണുപോകുന്ന എല്ലാ കുഞ്ഞുമക്കളെയൊക്കെ ഞങ്ങൾ ചേർന്ന് നിർത്തുന്നു. ഏറ്റവും മനോഹരമായിട്ട് ഈശോയെ കണ്ടുമുട്ടുവാനും മനസ്സിലാക്കുവാനും ഓരോ ജീസസ് അംഗങ്ങളിലൂടെ ഈശോയുടെ ശക്തി അവരിലേക്ക് ഒഴുക്കുവാനൊക്കെ ഈ കുടുംബങ്ങളെല്ലാം ചേർത്ത് നിർത്തണമേ. ഇനിയും പരിശുദ്ധ അമ്മയെ പോലെ ഉണ്ണിയെ സംരക്ഷിച്ചതുപോലെ എല്ലാവർക്കും ശക്തി നൽകണമേ. വിശ്വാസ പിതാവിനെ പോലെ ഒരു കാവൽക്കാരനായിട്ട് ഞങ്ങളുടെ തലമുറകളെ എല്ലാം സംരക്ഷിക്കുവാനായിട്ട് ഈശോയെ ഈ എല്ലാ മക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. കാവൽ മാലാഖയുടെ സംരക്ഷണം എല്ലാവർക്കും നൽകുന്നത് പോലെ ഈശോയെ ഒരു കാവൽ ദൂതരായിട്ട് കരങ്ങളും പാദങ്ങളും മനസ്സൊക്കെ ചലിക്കുവാനൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വനാഥ, ഈ യാത്രയുടെ നല്ല സമയങ്ങളില് സ്നേഹത്തോടും ആത്മാർത്ഥതയോടും അന്തരാത്മാവിൽ വീഴുന്ന എല്ലാ സ്തുതിഗീതങ്ങളോടും കൂടെ അങ്ങേ ഞങ്ങൾ ഈ സമയം ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്നേഹനാഥനെ നല്ല തമ്പുരാനെ, നല്ല മൂല്യങ്ങളും കൃത്യമായ മാർഗനിർദ്ദേശവും നൽകി വിവിധ തലമുറകളെ വാർത്തെടുക്കുവാൻ വേണ്ടി കെയറോസ് എന്ന സ്ഥാപനത്തെ വളർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കൂടുതൽ ആളുകളിലേക്ക് നല്ല വാർത്തകളും മൂല്യങ്ങളും നൽകി ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാനും കൂടുതൽ ആളുകളിലേക്ക് കെയറോസ് എത്തിപ്പെടുവാനും അങ്ങ് ഇടവരുത്തുകയും നമ്മൾ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രായോഗികമായ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞങ്ങളിന്ന് സംസാരിച്ചത്. സ്നേഹതനെ നല്ലവരാനെ, സ്ക്രീൻ കൊണ്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ടെങ്കിലും അതിന്റെ ഭവിഷ്യത്തുകളെ മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്തും മനസ്സിലാക്കിയും അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചും ഡിറ്റോക്സ് ചെയ്തുകൊണ്ട് ക്രമീകരിക്കുവാനും സ്ക്രീനിൽ നിന്നുള്ള ദൂഷ്യഫലങ്ങളെ മറ്റുള്ളവരിലേക്ക് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതം കൊണ്ട് മാതൃകയാകുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. ഈ ഒരു പ്രാർത്ഥനയുടെ അവസാനം സിസ്റ്റർ നോബർട്ട നമ്മുടെ കൂടെയുണ്ട്. സിസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഈ ഒരു വെബിനാർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്കൊന്ന് ഒരുമിച്ച് സാധിക്കുന്നവരെല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. നമുക്ക് ഒരു 30 സെക്കൻഡ് സമയം നമുക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഒന്ന് ഒരുമിച്ച് ഈ ഒരു വലിയ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് സഭ നമ്മളെ ഏൽപ്പിക്കുന്ന, ഈശോ നമ്മളെ ഭാരമേൽപ്പിക്കുന്ന
ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് മാറാനായിട്ട് ഒരു മീഡിയ മിഷണറി ആയിട്ട് മാറാൻ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ ഒരു ഭൂഖണ്ഡ ഒരു പുതിയ ഒരു ഭൂഖണ്ഡമാണ് ഇവിടേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Thank you, Jesus. യേശുവേ, സ്തുതിക്കുന്നു. മിഷണറികളായിട്ട് മാറും. മിഷണറികളായിട്ട് മാറാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് തെരഞ്ഞെടുക്കുന്നതിനോട് നന്ദി പറയും. ഹല്ലേലൂയ, 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 ആരാധന, 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 സിസ്റ്റർ ഒന്ന് ബ്ലസ് ചെയ്തൊന്ന് പ്രാർത്ഥിക്കാമോ? സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ, ഈ നിമിഷം ഞങ്ങള് അങ്ങയുടെ തിരുമുമ്പിൽ തിരുമണിക്കൂറിലായിരുന്നുവല്ലോ ഈശോയെ. ഞങ്ങളുടെ ഡോക്ടറിലൂടെയൊക്കെ ഒരുപാട് നന്മകൾ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്ക് അങ്ങ് നൽകി. ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ സ്തുതിച്ച് ഈശോ ഒരുപാട് ചിന്തകൾ ഞങ്ങളുടെ കെയറോസ് എന്ന മാധ്യമികങ്ങളിലൂടെയൊക്കെ ഒത്തിരിയേറെ കൃപാവരങ്ങൾ ഈശോ ഞങ്ങൾക്കും ലോകം മുഴുവനും നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ ചിന്തകളെല്ലാം ഉത്തേജിപ്പിച്ചുകൊണ്ട് ആത്മാവിന് നിറവ് നൽകി അങ്ങ് നയിക്കുന്നുവല്ലോ. ഈശോയെ ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നാളെയുടെ നന്മയിൽ ഏറ്റവും മനോഹരമായി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ചിന്തകളെയും അക്ഷരങ്ങളെയും കരങ്ങളെയും പാദങ്ങളെയും ഹൃദയങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാപത്തിൽ നിന്നെല്ലാം അകന്ന് എല്ലാ യുവതിവാക്കളും കുഞ്ഞുമക്കളും ഒക്കെ വിശുദ്ധിക്കുവാൻ മാതാപിതാക്കളെല്ലാം അവിശുദ്ധി സ്വീകരിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ലോകം മുഴുവനും ഞങ്ങളെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഈശോയെ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും കാവൽ മാലാഖയുടെയും പ്രാർത്ഥനകളും ചൈതന്യവും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിച്ച ഈ എളിയ ആരാധനയും ഈ പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും നാളെയുടെ വാഗ്ദാനമായ യുവതിവാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവമേ, ആമേൻ. ഗുഡ് നൈറ്റ്.